ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളെ +1 ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെ ആയപ്പോഴത്തേക്ക് അഡ്മിഷനൊക്കെ എല്ലാവർക്കും റെഡിയായി കാണുമായിരിക്കും അല്ലേ. അപ്പം ഇനിയും കിട്ടാത്ത കുട്ടികൾ ആരും വിഷമിക്കേണ്ട. അവർക്ക് സപ്ലി എന്ന് പറഞ്ഞിട്ടൊരു അലോട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരും. നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നാളെ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും +1 ക്ലാസ്സുകൾക്ക് പോവുക. എൻ്റെ മോനും എന്തായാലും അവന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, തേർഡ് അലോട്ട്മെൻറ്റിൽ എല്ലാം വന്നു. അവന് കൊമേഴ്സാണ് അവന് കിട്ടിയ വിഷയം. അവിടെ അടുത്ത് പുതുക്കുള സ്കൂളിലാണ് അവന് കിട്ടിയത്. അപ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ പുതുക്കുള സ്കൂളിൽ കിട്ടിയതുകൊണ്ട്. അപ്പം നമ്മുടെ വീടിനടുത്തായിട്ടാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ അത് കിട്ടിയ കഥയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പം അവന് +1 അവന് 10ാം ക്ലാസ്സിൽ വലിയ മാർക്കൊന്നുമില്ല, ഫുൾ A+ ഒന്നുമില്ല. എല്ലാവരും ഉണ്ട്, അതായത് A+, B+ ഒക്കെ ഉണ്ട് കേട്ടോ. A+, B+ ഒക്കെ ഉണ്ട് അവന്. അപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ് അവന് കിട്ടത്തില്ല, അഡ്മിഷൻ കിട്ടാൻ പാടായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും VHSCക്കും ഒക്കെ ആപ്ലിക്കേഷൻ വച്ചു. അങ്ങനെ വച്ചതിന് ശേഷം ട്രയലിൽ അവന് കിട്ടി. ട്രയലിലും വന്നു, വർക്കലയിൽ നിന്ന് വന്നു, കൊല്ലം ജില്ലയിൽ നിന്ന് വന്നു, പിന്നെ VHSCക്ക് വന്നു. അങ്ങനെ എല്ലാം ഒരുമിച്ച് തകർത്ത് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ 5 സ്കൂളേ വച്ചിട്ടുള്ളൂ. കൊല്ലം ജില്ലയിൽ 22 സ്കൂളുകൾ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വർക്കല സ്കൂളിലാണ് വന്നത് തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോൾ ട്രയലിൽ അപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നു വർക്കലയിൽ നിന്നും. അപ്പം ഏതെങ്കിലും ഒരു ജില്ലയിൽ നമ്മൾ അപേക്ഷ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ജില്ല കട്ടാവും. അപ്പം കൊല്ലം ജില്ലയിൽ എടുക്കണോ തിരുവനന്തപുരം ജില്ലയിൽ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു കേട്ടോ. VHSC ആൾറെഡി കട്ടായി, എടുക്കാത്തത് കൊണ്ട് അതിന് പിന്നെ പോയില്ല. അതുകൊണ്ട് അങ്ങനെ എന്തായാലും എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ അധികം സ്കൂളൊന്നുമില്ല, വലിയ 3ാമത്തെ സ്കൂളാണ് ഇവന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് 2 സ്കൂളേ ഉള്ളൂ. അപ്പം ഇങ്ങനെ അപ്പോൾ അവന് വർക്കല സ്കൂളാണ് ഇഷ്ടം. അപ്പോൾ വർക്കല സ്കൂള് ഇപ്പോൾ രണ്ടാമത് അവന് അലോട്ട്മെൻറ്റ് വന്നത് കൊല്ലം ജില്ലയിൽ പൂതക്കുള സ്കൂൾ തന്നെ, പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് വന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനോട് അവന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, അപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് തിരുവനന്തപുരം ജില്ല എടുക്കാമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത് കിടക്കുന്നത് പാളയംകുന്ന് സ്കൂളാണ്. അപ്പോൾ പാളയംകുന്ന് സ്കൂൾ നല്ല സ്കൂളാണ്. അപ്പോൾ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തിരുവനന്തപുരം ജില്ലയിൽ ചെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാം റെഡിയായി, പോകാനൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ ദൈവമേ, കൊല്ലം ജില്ലയിൽ ഒത്തിരി സ്കൂൾ കിടക്കുന്നു, അപ്പോൾ കൊല്ലം ജില്ലയിൽ മതിയല്ലോ, പിന്നെ തിരുവനന്തപുരം ജില്ല വേണോ എന്നിങ്ങനെ ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ അച്ഛനൊക്കെ പറഞ്ഞു, നീ മാമൻ്റെ കൂടെ ചെന്ന് പറ, നിൻ്റെ മാമൻ്റെ കൂടെ ചെന്ന് പറ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മാമൻ പറഞ്ഞിട്ട് നീ ഒന്നും ആലോചിക്കേണ്ട, നീ കൊല്ലം ജില്ലയിലെ പുതുക്കുള സ്കൂളിൽ തന്നെ നീ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് കൊണ്ടുപോയി കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇനിയുണ്ടല്ലോ അലോട്ട്മെൻറ്റ്, അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് വരുന്നതെന്ന്. അപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് അവന് കിടന്നത് ചെമ്പകശ്ശേരിയിലാണ്. തൊട്ടടുത്ത റാങ്കിലാണ് അവൻ കിടക്കുന്നത്, ചെമ്പകശ്ശേരിയിൽ. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് പൂതക്കുള സ്കൂളിൽ തന്നെ പോയി. പൂതക്കുള സ്കൂളിൽ പോയി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്, നേരത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞോട്ടോ, സോറി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് ഞാൻ താൽക്കാലികമായിട്ട് അപേക്ഷിച്ചു, എടുത്തിട്ടു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷനായിപ്പോയി. ദൈവമേ, ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പൂതക്കുള സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ടെൻഷനായി കേട്ടോ. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് വന്നു. അവന് പൂതക്കുള സ്കൂളിൽ കൊമേഴ്സാണ് കിട്ടിയത്. അപ്പം ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട്, അവൻ്റെ ലക്ക് സമയം കൊണ്ട് പൂതക്കുള സ്കൂളിൽ കൊമേഴ്സ് കിട്ടി. അപ്പോൾ തന്നെ വീണ്ടും 14 സ്കൂൾ അവന് കിടപ്പുണ്ട്. എന്നിട്ട് അതൊന്നും വഹിക്കാതെ ഞങ്ങൾക്ക് പൂതക്കുള സ്കൂളിൽ പോയി അഡ്മിഷനൊക്കെ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ പൂതക്കുള സ്കൂളിലൊക്കെ ജോയിൻ ചെയ്ത്. അപ്പോൾ നാളെയാണ് +1 ക്ലാസ് തുടങ്ങുന്നത്. അങ്ങനെ ഇന്ന് പോയി ട്യൂഷൻ സെൻറ്ററിൽ പോയി അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നാളെ ട്യൂഷൻ ഇല്ല, അപ്പോൾ സ്കൂള് അഡ്മിഷൻ ആയതുകൊണ്ടായിരിക്കും ട്യൂഷൻ ഇല്ലാത്തത്. അപ്പം മറ്റന്നാൾ തൊട്ട് രാവിലെ ട്യൂഷന് പോകണം. അങ്ങനെ എന്തായാലും
വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം മക്കളെ, ആർക്കും ഇത് കിട്ടാത്തവർ നിങ്ങൾ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഇനിയും സപ്ലി എന്ന് പറയുന്ന ഒരു അലോട്ട്മെൻ്റ് ഉണ്ട് വരാനായിട്ട്. അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് പുതിയ സ്കൂളിലോട്ട് പോവുക, പുതിയ കൂട്ടുകാർ. അപ്പോൾ ഈ പഴയ കൂട്ടുകാരെ നിങ്ങൾ മറക്കരുത് കേട്ടോ. പുതിയ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലുള്ള കൂട്ടുകാരല്ലേ, അവരെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ അവരെയും നിങ്ങൾക്ക് വേണം കൂട്ടായിട്ട്. അപ്പം പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടും. അപ്പം വളരെ ഹാപ്പിയായിട്ട് നിങ്ങൾ പോയി പഠിക്കൂ. അപ്പം ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ സിനി സന്തോഷ്.